ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഭഗവതി ക്ഷേത്രം കൂടിയാണ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ്. വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിൻ്റെ ദർശനം വടക്കോട്ടാണ്. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രഹസ്യ അറയിലുള്ള രൗദ്രരൂപിണിയായ രുദ്രമഹാകാളിയാണ്. സംഹാരമൂർത്തിയായതിനാൽ നേരിട്ട് ദർശനം പാടില്ലാത്തതുകൊണ്ടാണ് പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ ഉള്ളത്. കേരളത്തിലെ ആദ്യ ഭദ്രകാളി ക്ഷേത്രമാണ്. കേരളത്തിലെ മറ്റു 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് 4 ഭാവങ്ങളാണ്: ഭദ്രകാളി, മഹാകാളി, കണ്ണകി, ആദിപരാശക്തി എന്നിവയാണത്. 10 ഏക്കർ വിസ്തീർണത്തിൽ നിരവധി ആൽമരങ്ങളാലും ചതുരാകൃതിയിൽ ദേവിയുടെയും ശിവന്റെയും കോവിലുകളുണ്ട്. വടക്കോട്ടാണ് ദേവിയുടെ ദർശനമെങ്കിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി ശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സപ്തമാതാക്കളെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചതായി കാണാം. ശിവപ്രതിഷ്ഠയുണ്ടെങ്കിലും നന്ദിപ്രതിഷ്ഠ ഇവിടെ ഇല്ല എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വടക്കേ നടയിൽ കിഴക്കോട്ടായി നീങ്ങിയിട്ടുള്ള ക്ഷേത്രപാലകൻ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനാണ് എന്നാണ് കരുതപ്പെടുന്നത്. 12 അടി ഉയരമാണ് ഇതിനുള്ളത്. ഉപദേവതകളായി ഗണപതി, വീരഭദ്രൻ, വസൂരിമാല, തവിട്ടുമുത്തി, ക്ഷേത്രപാലകൻ എന്നിവരാണ് കുടികൊള്ളുന്നത്. കടുംപായസം, നെയ്വിളക്ക്, കുങ്കുമാഭിഷേകം, മഞ്ഞളഭിഷേകം, പുഷ്പാഞ്ജലി, തെച്ചിപ്പൂമാല, ചെമ്പട്ട് സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. മീനഭരണിയാണ് പ്രധാന ഉത്സവം. സാധാരണ ദിവസങ്ങളിൽ നട തുറക്കൽ രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. എന്നാൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് ഉള്ളത്.